ഇപ്പോൾ ഞാനൊരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, 1 കോടി രൂപ 2001 കുട്ടികൾക്ക് സ്കോളർഷിപ്പ്. അത് ജാതി മതം ഭേദമില്ലാതെ അവർ 80% മേലെ സ്കോർ ചെയ്യണം. പ്ലസ് ദേ ഷുഡ് ബി ഇൻ 8th, 9th or 10th ദിസ് ഇയർ. എന്നോട് ഇന്ന് പറഞ്ഞത് ഈ ഇൻകം ടാക്സുകാർ എപ്പോൾ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു. പുള്ളി യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. 75% മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. എന്നാൽ ಆ ഹോസ്പിറ്റലിലല്ല, ഒരു 9 കിലോമീറ്റർ ದೂರത്തിൽ ನಿಲ್ಕುന്ന ನಾರಾಯಣ ಹೃದಯಾಲಯ എന്ന് പറഞ്ഞ HSR ಲೇಔಟಿൽ, ಅದಾയത് ಎದೆಯ ಎಡಭಾಗಕ್ಕೆ ಹೃದಯ ಸೀಳ್ಕೊಂಡು ಶ್ವಾಸಕೋಶನ ಸೀಳ್ಕೊಂಡು ಎದೆಯ ಹಿಂದಿನ ಭಾಗದವರೆಗೂ ಹೋಗಿದೆ. CJ റോയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡേ ബൈ ഡേ, അതായത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കിന് ഇതിനിടയിലുള്ള അഭ്യൂഹങ്ങൾ കൂടി വരുന്നതേ ഉള്ളൂ, ഒരിക്കലും കുറയുന്നില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള ബാബു നാട്ടിൽ വന്നതിന് ശേഷം ആ വന്നിട്ടുള്ള IT ഉദ്യോഗസ്ഥർക്കെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ, നമ്മൾ ഈ CJ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ആ ഒരു വ്യക്തി ചെയ്തു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭ എന്ന് പറയുന്ന ഒരു സാധനം അങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എന്തിനാണ് പുള്ളി മരിച്ചത്? ആ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയുണ്ടായ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത്രയും ദൂരെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭ, അദ്ദേഹം ആരാണ്, അദ്ദേഹം ഒരുപാട് ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുള്ള നിയമത്തിനും നിയമവ്യവസ്ഥയ്ക്കും എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നോ എന്നുള്ളൊരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാനുള്ളൊരു കാര്യം. കാരണം ഈ ഒരു വ്യക്തിയുടെ മരണം ആർക്കും ഒട്ട് അക്സെപ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് മരിച്ചത് എന്നുള്ളൊരു ചോദ്യചിഹ്നം വലുതായിട്ട് തന്നെ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒരു IT ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ത്രട്ടൺ കണ്ട് ഭയന്നിട്ട് ഇതുപോലെ ഒരു വ്യക്തി, അതായത് കോടികൾ ആസ്തിയുള്ള ഒരു വ്യക്തി പോയിട്ട് സ്വന്തം ജീവൻ ഇല്ലാതാക്കി കളയേണ്ട ആവശ്യം എന്താ? ബൈ ചാൻസ് അങ്ങനെ ഒരു ജീവൻ ഇല്ലാതാക്കി പുള്ളി കളയുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടല്ലോ, ആ പ്രസ്ഥാനത്തിന്റെ മുകളിലേക്ക് ഏറ്റവും വലിയൊരു ആണിയായിരിക്കും എന്ന് വീഴുന്നത്. ആ ആണി വീഴാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ ഒടുക്കി ആ ഒരു സാധനം അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും ആയിരിക്കും. അല്ലാതെ ആ ഒരു കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാനായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. കാരണം അദ്ദേഹം എല്ലാം ഫേസ് ടു ഫേസ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മരണത്തെ മുന്നിൽ കാണുമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചിരിച്ചോടങ്ങി ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ IT ഉദ്യോഗസ്ഥർ അവിടെ ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അതായത് 3 ദിവസമായിട്ട് 28, 29, 30, 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നത്. അതായത് എന്തോ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയതിനു ശേഷമാണ് ഈ ഒരു മരണം ഉണ്ടായെന്ന് പറയുന്നത്. എന്നാൽ ഈ മരണത്തിന് ശേഷം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ എന്തുകൊണ്ട് അത്രയും ദൂരത്തേക്ക് കൊണ്ടുപോയി? കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ, ഈ വ്യക്തിയുടെ ബ്രദറിനോട് നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോഴത്തേക്ക് അതിന് കുടുംബമായിട്ട് ആലോചിച്ചിട്ടാണിത്. ക്ലിയർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ കേരളത്തിലുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ജനങ്ങളോ ആയിട്ടോ അറിയാത്ത ജനങ്ങളായിക്കോട്ടെ, എല്ലാവരും അദ്ദേഹത്തിന്റെ ഒരു മരണത്തിൽ എന്തെങ്കിലും അഭ്യൂഹങ്ങളുണ്ടോ, അത് ചെയ്തത് ശരിയായില്ല, അതിന് എന്തെങ്കിലും അദ്ദേഹത്തെ മാനസികമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്ന് തന്നെ വിശ്വസിക്കുന്നു, എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ, അതായത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരും ഇതിനെതിരെ ഒരു കേസുമായിട്ടോ ഒരു വഴക്കുമായിട്ടോ മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുന്ന ജനങ്ങൾ ഏത് രീതിയിലായിരിക്കും ചിന്തിക്കേണ്ടി വരുന്നത്? അതെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. എന്തായാലും ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വെക്കാം. അതിന് മുമ്പായിട്ട് ഇദ്ദേഹത്തിന്റെ ബ്രദർ ബാബു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്, 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല.
അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. ഇതാണ് പറയുന്നത്. ഫാമിലി ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അതിനുശേഷം പുള്ളിക്കാരൻ പറയാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭം ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് 0 ലോണ്. ആരുടെയും കയ്യിൽ നിന്ന് കടം മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം മൂലധനത്തിൽ നിന്നും ആസ്തിയിൽ നിന്നും മാത്രം എടുത്തു വെച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് സാലറി കൊടുത്ത് മുന്നിലേക്ക് പോകുന്നു, പല പല പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. പിന്നെ ഒരു കാർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്കിടയിൽ വരുന്നൊരു കാര്യമാണ്. അപ്പൊ ഇതുപോലൊരു ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ആളെ പേടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനൊരു സംഭവം അവസാനിപ്പിക്കും തോന്നുന്നില്ല അല്ലേ? ഇങ്ങനെ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു സാധനം അതിലും മേളില. അതായത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഫോൾട്ട്, ഈ ഫോൾട്ട് അദ്ദേഹത്തോട് കൂടി ഇതങ്ങ് അവസാനിപ്പിക്കുക ഇവിടെ. കാരണം ഈ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ഒരുപാട് പ്രമാണിമാർ, അതായത് കോടിക്കണക്കിന് ആസ്തിയുള്ളവരുടെ എല്ലായിടത്തും വരുന്നൊരു കാര്യമാണ്. എല്ലാവരുടെ കോമൺ ആയിട്ട് വരുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ അടുത്തും വന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പം ഇത് ഇത്ര പിടിമുറുകാൻ എന്താ, അതായത് 3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞ 3-ാം തീയതി വന്നിട്ടുണ്ട്, പിന്നെ 6-ാം തീയതി വരെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വിളിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ദുബായിൽ നിന്ന് വന്ന് വീണ്ടും 28, 29, 30, 3 ദിവസം. അപ്പൊ ഇത്രയും രീതിയിൽ ഒരു ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ബാംഗ്ലൂരിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ. ഈവൻ അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ നല്ല ഫ്രീ മൈൻഡിൽ വിടുമല്ലോ. വിടത്തില്ലേ? ഫ്രീ മൈൻഡിൽ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകുന്നത്. സംതിങ് ഫിഷി. അത് ഏത് രീതിയിലാണ് ഇനി പോസിറ്റീവായിട്ട് വരാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇതിന്റെ ബാക്കിലുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒരിക്കലും വരത്തില്ല. മൈക്കൽ ജാക്സന്റെ മരണം ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ ഈ ഒരു സാധനം ഒരിക്കലും മുകളിലേക്ക് വരാനായിട്ട് ഇനി പോകുന്നുമില്ല. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, മരിച്ചത് എപ്പോഴാണെന്നുള്ളത്. എപ്പോഴാ? ജാനുവരി 30. എന്തുവാ? അവിടെയും ജാനുവരി 30 വേറൊരു വെടിയും കൊണ്ടായിരുന്നു, അത് മഹാത്മാഗാന്ധിക്ക്. അതുപോലെ തന്നെ വേറൊരു വെടി ഇന്നേ ദിവസം. ഈ വെടികൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? മൊത്തം കൺഫ്യൂസ്ഡ് ആക്കുന്ന കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു കേസ് ഉണ്ട്. ആ കേസ് നിങ്ങൾക്കൊന്ന് ഈ ഇദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ചെയ്യുന്നവരാണ്, എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇതുപോലുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കിടയിലേക്ക് ഒരു ഹിന്റ് വരുമ്പോഴത്തേക്കിന് വൈ ദേ ഡു ദാറ്റ് എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവും, നമ്മുടെ അറിയാവുന്നവർക്ക്, നമ്മുടെ അയൽക്കാർക്ക്, ഈവൻ ഒരു റോഡ് ആക്സിഡന്റ് കണ്ട ഒരു സ്ട്രേഞ്ചർക്കാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതിൽ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ഗോ ടു നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അതല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. CJ റോയ് സാറിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരു സംശയമുള്ളതായത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അതായത് മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായിട്ടുള്ള നാരായണ ഹൃദയാലയം കൊണ്ടുവന്നു. തൊട്ടപ്പുറത്തുള്ള HSR ലേഔട്ടിലെ നാരായണ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. എന്നാൽ മരണം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്കറിയാം, തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലേ അല്ല. നമ്മളുടെ ഇടയിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. ഇത്രയും തിരക്കുള്ള ഈ ഒരു ബാംഗ്ലൂരിലും നിരവധി ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഓഫീസ് നിൽക്കുന്ന അശോക് നഗറിൽ നിന്നും റിച്ച്മണ്ട് റോഡിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ആംബുലൻസിന് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ യാത്രയാവുന്ന സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലുണ്ട്. 75% മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. എന്നാൽ ആ ഹോസ്പിറ്റലിലല്ല, ഒരു 9 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന നാരായണ ഹൃദയാലയം എന്ന് പറഞ്ഞ HSR ലേഔട്ടിൽ, അതായത് മെയിൻ റോഡിലല്ല, ലേഔട്ടിനുള്ളിലേക്ക് കയറണം. നാരായണ ഹൃദയാലയുടെ ഒരു മെയിൻ ഹോസ്പിറ്റലുണ്ട്, അതിലേക്കല്ല, ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് ഇടയായത്. അവിടേക്ക് ഏകദേശം 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ആംബുലൻസിന്റെ തന്നെ യാത്രയുടെ ഒരു ഡ്യൂറേഷൻ എടുക്കും. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി മറ്റു ഹോസ്പിറ്റലുകളുണ്ട്. സെന്റ് ഫിലോമിനാസ് ഉണ്ട്, VSH മല്ലയ്യ ഉണ്ട്. സോ എന്താണെന്നുണ്ടെങ്കിൽ അവിടേക്കൊന്നും അല്ല കൊണ്ടുപോയിരിക്കുന്നത്. ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. യാത്രയുടെ ഇടയിലാണ് മരണം സംഭവിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു, ഓഫീസിൽ വെച്ചിട്ടല്ല. അപ്പൊ ഇത് ആര് സ്ഥിരീകരിച്ചു? എന്താണെന്നുണ്ടെങ്കിലും ഈ സെന്റ് ജോൺസിന്റെ മുന്നിലൂടെ മാത്രമേ നാരായണ ഹൃദയാലയത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു പ്രാഥമിക ശുശ്രൂഷ വൈകിയതാണോ അതോ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാൻ മറന്നുപോയതാണോ? ബാംഗ്ലൂരിലെ മലയാളികൾ അഭിപ്രായം പറയുക. നാട്ടിലുള്ളവർ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തെറ്റ് തിരുത്താനായിട്ട് ശ്രമിക്കുക പ്ലീസ്. ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ റൂട്ട്സ് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ഒരു അസംഷനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ CJ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അല്ലെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ഓപ്ഷൻ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. എന്തുകൊണ്ട് അത്രയും ദൂരത്തേക്ക് പോകാൻ ഇടയുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതിന്റെ ഇടയിലുള്ള ഹോസ്പിറ്റലുകൾ അവോയ്ഡ് ചെയ്ത് മാറ്റാനുള്ള ഒരു കാര്യം. നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജീവൻ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യം. അതിനകത്ത് എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു തെറ്റാണോ, അതിന് മറന്നു പോയതാണോ എന്തോന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ വരുന്നത്, അദ്ദേഹം മുകളിൽ വെടിയേറ്റ് കിടക്കുന്ന കണ്ടു, പണിക്കാർ വന്ന് കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഒച്ച കേട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവരിരുന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴൊന്ന് തോക്കെടുത്ത് വെടിവെച്ചാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അകത്ത് ഫയൽ എടുക്കാനായിട്ട് അകത്ത് പോയപ്പോഴത്തേക്കിന് വെടിവെച്ചാന്ന്. സത്യം പറഞ്ഞാൽ ആരാ വെടിവെച്ചത്? എന്തുവാ നടന്നത്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരാൾ പറയാവോ?
ഏതെങ്കിലും ഒരു ലോക്കൽ വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു വിലയില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ, അതായത് നമ്മളെ പോലുള്ള ഒരു കോമൺ മാനാണ് മരിക്കുന്നതെങ്കിൽ മരിച്ച അരമണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ടാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചത്, എവിടെ വെച്ചാൽ വെടിവെച്ചത്, എന്തിൻ്റെ ഇടയ്ക്കേറ്റ് വെടിവെച്ചത്, ഏത് തോക്കട്ടെ വെടിവെച്ചത്, അതിനകത്ത് ഉണ്ടയുടെ ഏത് അളവ് എത്രയാണെന്ന് കൃത്യമായിട്ടുള്ള സാധനങ്ങൾ വരുന്നു. ഇതുപോലുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയെങ്കിലും മരണപ്പെടുകയോ എന്തെങ്കിലും ഒരു സംഭവം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റപ്പറ്റി പിന്നെ കുറെ റൂമർസ് ക്രിയേറ്റ് ആയി എന്നാൽ അതിന്റെ സത്യസന്ധത എന്താണെന്ന് അവർക്ക് ആർക്കും പുറത്തോട്ട് വിടാനും പറ്റത്തില്ല. കാരണം പല രീതിയിലുള്ള ന്യൂസ് ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ബ്രദർ, ഞാൻ നേരത്തെ കാണിച്ച ബ്രദർ തന്നെ, ബ്രദറുമായിട്ട് ഫോൺ കോളിൽ സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചില്ല. അദ്ദേഹം വ്യക്തമായിട്ട് ഇതിനകത്ത് ഈ IT ഡിപ്പാർട്ട്മെന്റിനെതിരെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം CJ റോയി അത്രയധികം പേഴ്സണലി ഹരാസ് ചെയ്ത് ബുദ്ധിമുട്ടിച്ച്. എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഇൻകം ടാക്സ് റെയ്ഡോ എന്തെങ്കിലും സാധനങ്ങൾ വരും, ഈ സാധനങ്ങൾ വരുമ്പോൾ കണക്കിൽപ്പെടാത്ത സാധനങ്ങൾ വരുമ്പോഴത്തേന് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് എല്ലാം സൈൻ ചെയ്ത് മേടിച്ചിട്ട് അവരെ കൊണ്ടുപോകത്തേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കണക്ക് കാര്യങ്ങൾ കാണിക്കുമ്പോൾ തിരിച്ചു വരും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എന്താണെന്ന് വെച്ചാൽ അടക്കണം, അല്ലെങ്കിൽ വല്ല അറ്റാച്ച് ചെയ്യണമെങ്കിൽ അവർ അറ്റാച്ച് ചെയ്ത് എടുക്കും. അത്രയല്ലേ ഉള്ളൂ സംഭവിക്കുന്നത്. ഇതുപോലൊരു മനുഷ്യൻ, ഇത്രയും ജീവിതം കണ്ടൊരു മനുഷ്യൻ, 36ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് മേടിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഈ 57ാമത്തെ വയസ്സിൽ അച്ചീവ് ചെയ്ത് അദ്ദേഹത്തിന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, വൈ ഹി ഡു ദാറ്റ്? ഈ ഒരു സമയത്ത് മനക്കെട്ടില്ലാത്തവനാണോ? മനക്കെട്ടില്ലാത്ത ആളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? ഇതുപോലൊരു കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇതുപോലെ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒന്നുമല്ല. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേരളത്തിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ, ലോക ജനങ്ങൾ ചിലപ്പം ഇദ്ദേഹത്തിനെതിരെ തിരിയാൻ പാകത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലൊരു ജീവൻ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ട് എത്തിക്കത്തില്ല. പിന്നെ സെക്കൻഡ് തിങ്, നമ്മൾ ഈ പറയുന്നത് പോലെ ഈ IT ഉദ്യോഗസ്ഥർ പ്രഷർ കൊടുത്തു എന്ന് പറയുന്ന കാര്യം, ആ പ്രഷർ കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് എനിക്ക് ഇപ്പോഴും വലിയൊരു വ്യക്തത വന്നിട്ടില്ല. അങ്ങനെ പ്രഷർ കൊടുക്കുവാനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പോകുന്ന കമ്പനിയല്ല, ഒരുപാട് കമ്പനികളിൽ പോകുന്നുണ്ട്, ഒരുപാട് അടുത്ത് ഇതുപോലുള്ള റെയ്ഡും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈ റെയ്ഡ് നടക്കുന്നത് ഒരിക്കലും ഈ പറയുന്ന ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സാധാരണപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ പൈസ ഇതുപോലുള്ള ഏതെങ്കിലും മുതലാളിമാരുടെയോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരത് കയറ്റി വെക്കുമ്പോഴത്തേന് നമ്മുടെ ഈ നാട്ടിൽ ദാരിദ്ര്യം കൂടും. ഈ ദാരിദ്ര്യം കുറയ്ക്കാനും പാവപ്പെട്ടവർ ഇല്ലാത്തവരുടെ കയ്യിലേക്ക് പൈസകൾ വരാനും പല സാധനങ്ങളുടെ വില കുറയാനും ഇടയുണ്ടാവുന്ന സാഹചര്യങ്ങളെല്ലാം ഇതുപോലുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്തിട്ട് വേണം പല കാര്യങ്ങളും ഇനിയും എടുത്ത് മുന്നിലേക്ക് വെക്കാനും. സ്നേഹം കാണും, ബന്ധം കാണും, റിലേഷൻഷിപ്പ് കാണും, എല്ലാം കാണും. എന്നാൽ അതിൻ്റെ ഇടയിലുള്ള സത്യസന്ധത എന്താണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇനി പുള്ളി പറയുന്നത് നമുക്ക് കേൾക്കാം. CJ റോയുടെ സഹോദരൻ ശ്രീ ബാബു ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ബാബു, ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലാണ് അങ്ങയുടെ പ്രതികരണം ഇപ്പോൾ ആരായുന്നത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ മരണം, അതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്? എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവർ വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 28-ാം തീയതി തിരിച്ചും വന്നു. മിസ്റ്റർ കൃഷ്ണപ്രസാദ് ആൻഡ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള, പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവര് എന്ത് ട്രബിൾ ചെയ്തു എന്ന് എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന് ശ്രീ ബാബു റായ് ഇതിലേക്ക് പോവാനായിട്ട്. ശ്രീ ബാബു റായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതിപ്പോ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു IT കമ്മീഷണർ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ഒരാളുടെ പേര് പറയുന്നുണ്ട്, കൃഷ്ണപ്രസാദ് എന്ന് കണ്ടു. അദ്ദേഹം ഇതിന് ആൻസർ പറയണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ CJ റോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി ഈ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ അവരവിടെ റെയ്ഡ് ചെയ്യാനും 6-ാം തീയതിക്ക് ശേഷം ദുബായിലായിരുന്ന CJ റോയിക്ക് നോട്ടീസ് അയക്കുകയും നോട്ടീസിനെ തുടർന്ന് അദ്ദേഹം ഇന്ന ദിവസം ഇവിടെ ഹാജരാകുക, അതായത് 28-ാം തീയതി ഇന്ത്യയിൽ ബാംഗ്ലൂർ വരികയും ആ 28, 29, 30 ദിവസങ്ങളിൽ വീണ്ടും ആ റെയ്ഡ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യങ്ങളും തെളിവുകളും എന്തൊക്കെയായിരുന്നു എന്നത് വെളിപ്പെടുത്താനും കൂടെ തയ്യാറായിരിക്കണം. കാരണം ഒളിവും മറയില്ലാതെ രണ്ട് സൈഡിലെ കാര്യങ്ങളും നല്ല ഏകജാലകവും ആ രീതിയിലൊക്കെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്യൂറായിട്ട് മനസ്സിലാവും. അല്ലാതെ ഒരു സൈഡ് മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ശരിതെറ്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ കാലഘട്ടത്തിലും ഈ കാലത്തിലും വളർന്ന് മുന്നോട്ട് പോകാനായിട്ട് നല്ലൊരു കാര്യം. ഡിസംബറിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. ഇൻകം ടാക്സിന്റെ ട്രബിൾ ഇസ് ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ഞാൻ ആക്ച്വലി പൂക്കറ്റിൽ ഒരു കല്യാണത്തിന് വന്നാണ്. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. ഇന്ന് രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇന്ന് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത്
ഈ ഇൻകം ടാക്സുകാർ എപ്പോൾ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഒരു 3-4 സെറ്റ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കാമിങ് ഇൻ ഡൗൺ. പക്ഷെ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ ഞങ്ങൾ ആരും കടലാസുകളും വിചാരിക്കാത്തത്. രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he was given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100%. He has a very good bank balance. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് അങ്ങേക്ക് ഏകദേശം അറിയാമോ? ഈ റെയ്ഡ് ഡിസംബർ 3-ാം തീയതി വന്നു, 6-ാം തീയതി അവർ പോയി. പിന്നെ റോയ് ദുബായിലായിരുന്ന സമയത്ത് പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഈ ഇതിന് ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവര് കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. 28, ഇന്നലെ 29, ഇന്ന് 30. ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ല. ഇത് ഒരു ഐ ഡോണ്ട് നോ, സോറി. ഈ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടില് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അല്ല, പുള്ളിയുടെ വീട് ദുബായ് ആയതുകൊണ്ട് പുള്ളിയുടെ ഓഫീസിലായിരുന്നു ഇവരുണ്ടായിരുന്ന. ഈ കൃഷ്ണപ്രസാദൻ ടീം, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. ഈ ഓഫീസിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ എന്താണ് സംഭവിച്ചത്? ഓഫീസിൽ കമ്മ്യൂണിക്കേറ്റ് അവർ വിടാൻ പറ്റിയിട്ടില്ല, ഇതുവരെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിട്ടിട്ടില്ല. മരിച്ചതിന്റെ ശേഷം എല്ലാവരും കമ്മ്യൂണിക്കേഷനിലുണ്ട് എന്റെ കയ്യില്. ഒരു സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റിവോൾവർ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അല്ലേ? ഉണ്ടായിരുന്നു. ലൈസൻസ് റിവോൾവർ ആയിരുന്നു, അത് പിസ്റ്റൽ ആയിരുന്നു. ഏതായാലും ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ്. ആക്ച്വലി ഈ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേന് സത്യം പറഞ്ഞ പൈസ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞതിനകത്ത് ഒരു ഒറ്റ കാര്യം നമ്മൾ ചിന്തിക്കണം, ഇദ്ദേഹത്തിന് 0 കടമായിരുന്നു. കടമെന്ന് പറഞ്ഞൊരു സാധനമില്ല. കടമില്ലാതെ ഇതുപോലൊരു സംരംഭം മുന്നിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ ലീഗലായിട്ട് വെക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ്, കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. മേ ബി അതിനകത്തുള്ള വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ കാണത്തില്ലായിരിക്കാം. ഈ 6 ദിവസത്തോളം ഇതുപോലെ ഒരു ഇൻകം ടാക്സ് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്ത് റെയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാര്യമില്ലാതെ ഒന്ന് റെയ്ഡ് ചെയ്യാനായിട്ട് ഇരിക്കത്തില്ല. അത് കാണുന്ന ജനങ്ങൾ ആ സെൻസിലും ആ ഒരു രീതിയിലേക്ക് എടുത്തിട്ട് കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ, ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കിട്ടും. ഒരിക്കലും 10,000 കോടി രൂപയുള്ള ഒരു വ്യക്തി ഇതുപോലൊരു ഇൻകം ടാക്സിനെ പേടിച്ചിട്ട് ജീവൻ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവിതം കണ്ടവനാ, കുറെ ആൾക്കാർക്ക് ജീവിതം കൊടുത്തവനായിരിക്കും അല്ലേ? അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ഒരു രീതിയിലേക്ക് ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒളിവും മറവില്ലാതെ വ്യക്തമായ ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് എടുത്തു വെച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ജനങ്ങൾക്ക് ഇതിനൊരു വ്യക്തത കിട്ടും, അറിവ് കിട്ടും. ഇനി എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ചെയ്യണമെന്ന് കിട്ടും. ഇതുപോലൊരു ഇൻകം ടാക്സ് റെയ്ഡ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കിന് ഹൗ ടു ഹാൻഡിൽ എന്ന് പറയുന്നൊരു കാര്യം ഈ ഒരു കേസോട് കൂടി നമുക്ക് മനസ്സിലാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മനക്കെട്ടിയില്ലായ്മ എന്ന് പറയുന്നത് എത്രത്തോളം പൈസ ഉണ്ടെങ്കിലും എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നൊരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് CJ റോയ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ആത്മഹത്യ.